മൂന്നാമത്തെ മൊഡ്യൂളിലെ യൂണിറ്റ് 6ഉം നാലാമത്തെ മൊഡ്യൂളിലെ യൂണിറ്റ് 7ഉം ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ 7ാമത്തെ യൂണിറ്റ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഇത് രണ്ടും ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം റിക്രൂട്ട്മെന്റ് ആണ്. ഒരു ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരു ജോലിക്ക് സ്റ്റാഫിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സെക്ഷനും, പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതും അപേക്ഷ സ്വീകരിക്കുന്നതും നല്ല കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തുന്നതും ഒക്കെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാത്രമേ ഭരണ സംവിധാനവും നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിനെ നമ്മൾ 2 രീതിക്ക് തിരിക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു സ്ഥാപനത്തിലേക്ക് അപേക്ഷ നൽകി അല്ലെങ്കിൽ ഒരു അവസരം നൽകുന്ന രീതിയാണ് നമ്മൾ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അവർക്കും കൂടെ ഏതൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങളൊക്കെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നു, എല്ലാ വ്യക്തികൾക്കും തുല്യമായിട്ടൊരു അവസരം വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ദോഷവശം എന്ന് പറയുന്നത് പഴയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, ഒരു ഓഫീസിലേക്ക് പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ ഓഫീസിന്റെ ചിട്ടവട്ടങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ നെഗറ്റീവ്. ഈ ഒരു സിസ്റ്റത്തെ ഫ്രഷ് ബ്ലഡ് അല്ലെങ്കിൽ ന്യൂ ബ്ലഡ് എന്നും പറയുന്നുണ്ട്. അതിന്റെ ആശയവും ഇത് തന്നെയാണ്. ഒരു ഫ്രഷ് ബ്ലഡ് അല്ലെങ്കിൽ പുതിയൊരാൾ വരുമ്പോൾ അതിന്റെ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഇതിനെ ഫ്രഷ് ബ്ലഡ് എന്നും പറയുന്നുണ്ട്. ഇനി പ്രൊമോഷൻ റിക്രൂട്ട്മെന്റ് ആണ്. അതാണ് രണ്ടാമത്തത്. ഇൻസൈഡ് സോഴ്സ് എന്നും പറയുന്നുണ്ട്. ഇത് പേരിലുള്ളതുപോലെ പ്രൊമോഷൻ ബേസിലാണ്. നിലവിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ സീനിയോറിറ്റിയുടെയും അവരുടെ എക്സ്പീരിയൻസിന്റെയും ബേസിൽ അവര് തൊട്ട് മുകളിലുള്ള പൊസിഷനിലോട്ട് കടക്കുന്നു, പ്രൊമോഷനായി കിട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൊമോഷൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പോലീസ് ഫീൽഡിലൊക്കെ നടക്കുന്നത് പോലെ ഇൻസ്പെക്ടർ ഡിവൈഎസ്പി ആവുന്നു എന്നൊക്കെ ഉള്ളതുപോലെ ആ ഒരു രീതിയാണ്, പ്രൊമോഷനിലുള്ളതിനാണ് പ്രൊമോഷൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് UPSC ആണ്. റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് UPSC. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണിത്. ഇതിന് ഒരു ചെയർമാനും 10 അംഗങ്ങളും ഉണ്ടാവും. ഇത് നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അംഗങ്ങളിൽ പകുതി പേർക്കെങ്കിലും 10 വർഷത്തെ ഗവൺമെന്റ് സേവന എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇവരുടെ കാലപരിധി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 വർഷം, അതല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഒരു രീതിക്കായിരിക്കും അവരുടെ കാലാവധി കൊടുത്തിട്ടുള്ളത്. ആദ്യം അവർക്ക് 6 വർഷമാണ് ആവുന്നതെങ്കിൽ അങ്ങനെ, അല്ല ഇപ്പോൾ ഒരു 62 വയസ്സിൽ കയറുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ അവർ 65 വയസ്സാകുമ്പോൾ ഇതിൽ നിന്ന് റിട്ടയർഡ് ആയി പോവേണ്ടതാണ്. ഇനി UPSC എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. അവർക്ക് നിർദ്ദേശം നൽകാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഒന്നും വർക്കിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ നടത്തിക്കാൻ അവർക്ക് പറ്റില്ല. അവർക്ക് അതിന്റെ നിർദ്ദേശം കൊടുക്കാൻ മാത്രമേ പറ്റൂ. ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് UPSCക്ക് ഉള്ളത്. ഇനി ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് പരീക്ഷ നടത്തുക, രണ്ടാമത് ഇന്റർവ്യൂസ് നടത്തുക. അപ്പോൾ പരീക്ഷ നമ്മുടെ പ്രിലിമിനറി അല്ലെങ്കിൽ മെയിൻ എക്സാംസ് ഒക്കെ ഉള്ളതുപോലെ ഇങ്ങനത്തെ പരീക്ഷകൾ നടത്തുക. ഈ പരീക്ഷയിലൊക്കെ പാസ്സായി വരുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും ഇന്റർവ്യൂ നടത്തേണ്ടി വന്നാൽ ഇതിൽ ഏതെങ്കിലും അംഗങ്ങൾ പോയിട്ടായിരിക്കും ഇന്റർവ്യൂ നടത്തേണ്ടത്. ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് അവർക്കുണ്ട്. പിന്നെ സർക്കാരിന് നേരത്തെ പറഞ്ഞ പോലെ ഉപദേശങ്ങൾ കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഏത് യോഗ്യതയിലുള്ളവരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് സർക്കാരിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ UPSCയോട് ചോദിക്കാം. അവർക്ക് നിർദ്ദേശം നൽകുക. ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ അതിലും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണോ എന്നൊക്കെ ഉള്ളത് UPSCക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. ഇനി അതിന് നാലാമതായിട്ട് ഉള്ളത്, ഇതിൽ പ്രൊമോഷനോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഗവൺമെന്റിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, പ്രൊമോഷൻ കൊടുക്കണോ ട്രാൻസ്ഫർ കൊടുക്കണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിലും അതും UPSCക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അച്ചടക്ക നടപടി ക്രമങ്ങളൊക്കെ ഇവർക്ക് നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഗവൺമെന്റ് ജീവനക്കാർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ UPSCക്ക് പറ്റും. ഡയറക്റ്റ് അവരെ ശിക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ പകരം ഗവൺമെന്റിനെ നിർദ്ദേശിക്കാൻ പറ്റും. പിന്നെ എല്ലാ വർഷവും ഇവരുടെ പ്രവർത്തന റിപ്പോർട്ടെല്ലാം പ്രസിഡന്റിന് അവർ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മറ്റുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് 1-2 ഒരു സംരക്ഷണ വലയം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, ഇതിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും പിരിച്ചുവിടാൻ കഴിവുള്ള ഒരേ ഒരാൾ പ്രസിഡന്റ് ആയിരിക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കൊന്നും ഇവരെ പിരിച്ചുവിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ഭയപ്പെടേണ്ട കാര്യവും ഇവർക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ റിട്ടയർമെന്റിന് ശേഷം ഇവർക്ക് മറ്റൊരു ഗവൺമെന്റ് ഓഫീസുകളിലും ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അത് അവരുടെ ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള
വ്യക്തികളെ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു ഏജ് കഴിഞ്ഞ റിട്ടയർഡായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ജോലി ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് ഇവരെ സ്വാധീനിക്കാൻ പറ്റില്ല. അടുത്ത് വരുന്നത് ട്രെയിനിങ് ആണ്. ഒരു ജീവനക്കാരന്റെ അറിവ്, കഴിവ്, പെരുമാറ്റം, കാര്യക്ഷമത ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നിലവിലെ ജോലി നന്നായിട്ട് ചെയ്യാനും ഭാവിയിൽ വരുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനും ഉള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജീവനക്കാരന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തി ജോലി മെച്ചപ്പെടുത്തുക. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നത് പേജ് നമ്പർ 81 പറയുന്നുണ്ട്. പുതിയ നിയമവും നയവും ഒക്കെ ഇവർക്കൊരു ധാരണ കൊടുക്കുക എന്നുള്ളത്. എന്തെങ്കിലും പുതിയ നിയമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കഴിവ് മെച്ചപ്പെടുത്തുന്നുണ്ട്. പുതിയ ടെക്നോളജി എന്തെങ്കിലും വന്നാൽ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഉത്തരവാദിത്വ ബോധം വരുത്തുന്നു. അതുപോലെ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം കീപ്പ് ചെയ്യാനും ഓരോ ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട്. ഇനി ഇതിന്റെ കൈൻഡ്സ് ആണ്. അതിൽ ഒന്നാമത് ഇൻഫോർമൽ ട്രെയിനിങ് ആണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടുന്ന ഒരു രീതിയാണ് ഈ ഇൻഫോർമൽ ട്രെയിനിങ്. ഇതിന് പ്രത്യേക ക്ലാസ് ഇല്ല, സിലബസ് ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലർക്ക് ഒരു പുതിയ ഓഫീസിലേക്ക് പോകുമ്പോൾ തൻ്റെ സീനിയർ ആയിട്ടുള്ളവർ ചെയ്യുന്നത് കണ്ട് അത് നോക്കി പഠിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നുമില്ല. പകരം അവർ ചെയ്യുന്നതിനെ കണ്ടാ അപ്പോൾ ഇന്ന ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്ത് അത് കണ്ടിട്ട് പഠിക്കുന്നു. അത് തെറ്റുകളിൽ നിന്നാണ് പഠിച്ച് ശരിയായി വരുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻഫോർമൽ ട്രെയിനിങ്. രണ്ടാമതായിട്ട് ഫോർമൽ ട്രെയിനിങ് ആണ്. ഇത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടെ നടക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഫോർമൽ ട്രെയിനിങ്. ഇതിനെ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രീ എൻട്രി ട്രെയിനിങ് ആണ് ഫസ്റ്റത്തത്. ഇപ്പോൾ ജോലിയിൽ കയറുന്നതിന് മുൻപ് നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് പ്രീ എൻട്രി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടർ ആവണമെങ്കിൽ MBBS പഠിക്കണം. അപ്പോൾ ഈ ഡോക്ടർ ആവുന്നതിന് മുമ്പേ ഉള്ള ഒരു ട്രെയിനിങ് ആയിട്ട് ഈ MBBSനെ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തത് ഓറിയന്റേഷൻ ട്രെയിനിങ് ആണ്. അത് ജോലിയിൽ പ്രവേശിച്ച ഉടനെ അന്നോ പിറ്റന്നോ ഒക്കെ കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ്. നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു ഓഫീസിലേക്ക് നമുക്ക് ജോലി കിട്ടി പോകുമ്പോൾ അവിടുത്തെ മറ്റ് സ്റ്റാഫുമാരൊക്കെ നമുക്ക് പറഞ്ഞു തരും, ഇന്ന ഓഫീസറാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പെരുമാറണം, ഇന്ന ഒരാൾ നമുക്ക് ഒരു ഫയൽ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന സ്ഥലത്തുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ നടക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഇൻ സർവീസ് ട്രെയിനിങ് ആണ്. അത് ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കഴിവ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടെ തയ്യാറാക്കുന്നതാണ് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടീച്ചർമാർക്കൊക്കെ 10 ദിവസമൊക്കെ നമുക്ക് ട്രെയിനിങ്ങിന്, ടീച്ചേഴ്സ് 10 ദിവസം ഇല്ല ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരിത് അവർ സർവീസിലിരിക്കുമ്പോൾ അവരുടെ കഴിവ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇനി നാലാമത്തത് പോസ്റ്റ് എൻട്രി ട്രെയിനിങ് ആണ്. ഇത് ഒരു ജീവനക്കാരന്റെ താല്പര്യപ്രകാരമോ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യപ്രകാരമോ നടക്കുന്ന ഒരു ട്രെയിനിങ്ങിനെയാണ് നമ്മൾ പോസ്റ്റ് എൻട്രി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെത്തേഡ്സ് ആണ് വരുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ജോലി സ്ഥലത്ത് വെച്ച് തന്നെ ട്രെയിനിങ് കിട്ടുന്ന ഒരു രീതിയാണ് ഇതിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിക്കുന്ന ഒരു രീതിയാണിത്. തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു മേലുദ്യോഗസ്ഥൻ നമുക്ക് പറഞ്ഞു തരും, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, അത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇനി രണ്ടാമത്തത് കോച്ചിങ് ആണ്. അത് ഇതിനകത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് വരുന്നതാണ് കോച്ചിങ് എന്നുള്ളത്. ഇപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ ഒരു മാനേജർ അല്ലെങ്കിൽ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഫയൽ നോക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, അതിനെയാണ് എങ്കിൽ നമ്മൾ കോച്ചിങ് എന്ന് പറയുന്നത്. അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ നമ്മളെ ട്രെയിൻ ചെയ്യുന്നതിനെയാണ് കോച്ചിങ് എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത് വരുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ രണ്ടാമത് വരുന്നത് മെൻറ്ററിങ് ആണ്. അത് അനുഭവ പരിചയമുള്ള ഏതെങ്കിലും ഒരു പുതിയ ആൾ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എങ്കിൽ അതിന് മെൻറ്ററിങ് എന്ന് പറയും. നമ്മുടെ ഇതിനകത്ത് ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കില്ല, മറ്റാരെങ്കിലും ഒരു പുതിയൊരു വ്യക്തിയായിരിക്കും. അവർക്ക് ഈ ഫീൽഡിൽ നല്ലൊരു അനുഭവ പരിചയം ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതിൽ അവസാനം വരുന്നത് കമ്മിറ്റി അസൈൻമെൻ്റ് ആണ്. അത് ജീവനക്കാരെ ഒരു കമ്മിറ്റിയുടെ ഭാഗമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നതിനാണ് കമ്മിറ്റി അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സിൽ രണ്ടാമത് വരുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ഇത് ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ച് നടത്തുന്നതാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജോലി സ്ഥലത്തിന് സമാനമായ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ട്രെയിനിങ് നടത്തുക. ഇപ്പോൾ ഒരു പൈലറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ
അയാൾ എന്താണോ ചെയ്യേണ്ടത് അതിന് പകരം ആ ഫീൽഡ് ഡയറക്റ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് കൊടുക്കില്ല. പകരം അതേപോലെയുള്ള ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ വഴി പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ജോലിക്ക് സമാനമായ സ്ഥലത്തെ പ്രത്യേകം ട്രെയിനിങ്ങിന് വേണ്ടി അതിനു വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ പരിശീലനം കൊടുക്കുന്നു. മെത്തേഡ്സിൽ മൂന്നാമത്തത് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. അത് വിദഗ്ധനായ ഒരു തൊഴിലാളിയുടെ കൂടെ പോയി നമ്മൾ പഠിക്കുന്നതാണ്. അത് ജോലിയും ഉണ്ട്, അതിൻ്റെ കൂടെ വരുമാനവും കിട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യനോ പ്ലംബറോ ഒക്കെ ആയിട്ട് അവരൊക്കെ ജോലിക്ക് പോകുന്നത് ഈ ഒരു മറ്റൊരു ജോലിക്കാരൻ്റെ കൂടെ പോയി അദ്ദേഹം ചെയ്യുന്നത് കണ്ടാണ് ഇവർ പഠിക്കുന്നത്. അതാണ് കൂടുതൽ എളുപ്പമായിട്ടുള്ളത്. ഒരു ക്ലാസ് മുറിക്കകത്ത് ചുമ്മാ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കേട്ട് പഠിക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ കണ്ടു പഠിക്കുന്നതാണ് എപ്പോഴും അതിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ ഈ ട്രെയിനിങ് ആയിട്ട് കാണുന്നത്. അടുത്ത് ഈ ഒരു മെത്തേഡ്സിലെ നാലാമത്തതാണ് ക്ലാസ് റൂം ട്രെയിനിങ്. ഒരു ക്ലാസ് മുറിക്കകത്ത് വെച്ചിട്ട് ഡിസ്കഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ലെക്ചർ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിക്കോ ഒക്കെ ഉള്ളതിനെയാണ് നമ്മളെ ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഹാളിലിരുന്ന് തിയറി ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും തിയറി പോലെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെയാണ് നമ്മൾ ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആണ്. തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഒരുപോലെ ലഭിക്കുന്ന ഒരു ഫീൽഡാണിത്. ഇത് വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലയിൽ ബിസിനസ് മേഖലയിലായാലും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റേൺഷിപ്പ്. നമ്മൾ പഠിക്കുമ്പോഴായാലും ഇന്റേൺഷിപ്പ് ഉണ്ട്, അതേപോലെ തൊഴിൽ ഫീൽഡിൽ ഇറങ്ങിയാലും ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിയാലും അവിടെയും ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർ ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇനി ഏഴാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, ലാസ്റ്റത്തെ മൊഡ്യൂള്. ഭരണവും പണവും എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നിഴലും പോലെയാണ്. എന്ന് വെച്ചാൽ പണമില്ലാണ്ട് ഭരണം സാധ്യമല്ല എന്നാണ് പറയപ്പെടുന്നത്. കൗഡല്യന്റെ അഭിപ്രായത്തിലും സകല കാര്യങ്ങൾക്കും പണം എന്നുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ പണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് കൗഡല്യനും പറയുന്നത്. ഇനി ഇതിലൊന്നാമത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകളുടെ ഒരു ഏകദേശ വിവരത്തെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അതിലൊന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ബജറ്റ് തയ്യാറാക്കുന്നത് എപ്പോഴും ഭരണത്തലവനായിരിക്കണം, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടെ അദ്ദേഹം നേരിട്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ എപ്പോഴും ഇത് ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി ആണ്. ഇനി രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇവരുടെ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ അനുവദിച്ചിട്ടുള്ള പണം, ഒരു കാര്യത്തിന് വേണ്ടി അനുവദിച്ച പണം കൃത്യമായിട്ട് ചിലവാക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് റിപ്പോർട്ടിംഗ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് ഇവർക്ക് കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇനി അടുത്ത് ആഡിക്വേറ്റ് ടൂൾസ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് കൈകാര്യം ചെയ്യാൻ എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഓഫീസ് ഉണ്ടായിരിക്കണം. ഇനി 5 മൾട്ടിപ്പിൾ പ്രൊസീജിയർ ആണ്. വിവിധ തരം പ്രവർത്തനങ്ങൾക്ക് വിവിധ രീതിയിലുള്ള ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വിവിധ രീതിക്കാവും അവരുടെ പ്രവർത്തന മേഖലയുമായി അനുസൃതമായിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത് വരുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ. പണം ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കൂടെ കുറച്ചൊരു ഫ്രീഡം കൊടുക്കണം. ഓവർ ഫ്രീഡം എന്നല്ല, അവർക്കും കൂടെ ഒരു ഫ്രീഡം കൊടുക്കണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ ടൈമിങ്. ബജറ്റിൽ നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ഒരു ബജറ്റ് തയ്യാറാക്കി വെച്ചു, പക്ഷേ ആ ഒരു വർഷം തീരുന്നതിനകത്തിടയിൽ വെച്ചൊരു പ്രളയമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള പണം കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിന് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കണം. പിന്നെ 2-വേ ബഡ്ജറ്റ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം ഒരു സഹകരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ്. ഇനി ബഡ്ജറ്ററി പ്രോസസ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഇതിന് പ്രധാനമായിട്ട് 4 ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് പ്രിപ്പറേഷൻ ആണ്. അത് ഫിനാൻസ് മിനിസ്ട്രി ആണ് ഇതിന് നമ്മുടെ ഇന്ത്യയിലെ നേതൃത്വം കൊടുക്കുന്നത്.
വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ട് അവസാനം അതിന്റെ കണക്കുകളെല്ലാം കൂടെ തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ പ്രിപ്പറേഷനിൽ വരുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു റെയിൽവേ ഫീൽഡ് എടുക്കുക, അവർക്ക് ഒരു 5000 കോടി ഈ ഒരു വർഷത്തേക്ക് ആവശ്യമാണ്, അവർക്കൊരു പ്രോജക്റ്റിന് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ, അത് കൃത്യമായിട്ട് അവർ പറയുന്ന ഈ ഒരു തുകയുടെ ആവശ്യം അവിടെ വരുന്നുണ്ടോ, അവർ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ, എല്ലാം നോക്കിയതിന് ശേഷം അത് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻസ് മിനിസ്ട്രിയാണ് അതിന് അടുത്ത വർഷത്തെ ബജറ്റിലോട്ട് കയറ്റി വിടുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുന്നതും ഇതെല്ലാം അവതരിപ്പിക്കുന്ന ആ ഒരു പാർലമെന്റിലേക്ക് അവതരിപ്പിക്കാൻ കൊടുക്കുന്നതിനാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇതിലെ രണ്ടാമത്തത് എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ് ആണ്. എന്ന് വെച്ചാൽ പാർലമെന്റ് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പണത്തെ ഡിവൈഡ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുക. അവരവർക്ക് ആവശ്യമുള്ള പണം എത്രയാണോ അവർ ആവശ്യപ്പെട്ടിരുന്നത്, എത്രയാണോ അവർ അവതരിപ്പിച്ചത്, അതിനെ കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവര് വിതരണം ചെയ്യുക. ഇതും ഫിനാൻസ് മിനിസ്ട്രിയാണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തത് ബഡ്ജറ്റ് ഓഡിറ്റിംഗ് ആണ്. ചിലവാക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നു, അവരതിന് ചിലവാക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഇതിന്റെ ഉത്തരവാദിത്വം, ഇതിന്റെ രേഖ ഉണ്ടോ, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം ശേഖരിക്കുന്നതും കളക്ട് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഇന്ത്യയിൽ CAGയുടെ ഡ്യൂട്ടിയാണ്. CAG എന്ന് പറയുമ്പോൾ കൺട്രോളർ അതിന്റെ ഓഡിറ്റർ ജനറൽ ആണ്. ഇനി നാലാമത്തത് ബഡ്ജറ്റ് ഓഡിറ്റ് ആണ്. ഈ കൊടുത്ത തുക കൃത്യമായിട്ടുള്ള വഴിയിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് ആണ് ഈ ബഡ്ജറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതും CAGയുടെ ഡ്യൂട്ടിയാണ്. എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും CAGയുടെ ഡ്യൂട്ടി ആണ്. ഇനി വരുന്നത് ഓഡിറ്റ് ആണ്, പേജ് നമ്പർ 92. ഇത് സാമ്പത്തിക ഇടപാടുകളെല്ലാം ശരിയായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ഇടപാടുകൾ കഴിഞ്ഞതിന് ശേഷം, ഈ എന്താണോ അവർ പറയുന്ന വർക്ക്, ഇപ്പോൾ ഒരു പാലം പണിയുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം, പാലം പണിഞ്ഞതിന് ശേഷമാണ്, ആ ഒരു പണം ചെലവാക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. അത് കറക്റ്റായിട്ട് പോയിട്ടുണ്ടോ, അവർ വാങ്ങിച്ചിട്ടുള്ള എമൗണ്ട് എല്ലാം ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ എന്നെല്ലാം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെട്ടിപ്പ്, തട്ടിപ്പ്, ദുരുപയോഗം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നമ്മുടെ അനാവശ്യ ചെലവുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പോയി ഒന്നേന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അടുത്തത് നമ്മുടെ CAGയുടെ റോൾ എന്തൊക്കെയാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഖജനാവിന്റെ കാവൽക്കാരൻ എന്ന് നമുക്ക് CAGയെ വിശേഷിപ്പിക്കാൻ പറ്റും. ഒരു പാർലമെന്റ് അനുവദിച്ചിട്ടുള്ള തുക കൃത്യമായിട്ട് ഗവൺമെന്റ് എങ്ങനെ ചെലവാക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു മെയിൻ ഡ്യൂട്ടിയാണ് CAGക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് വാച്ച് ഡോഗ് എന്ന് പറയാൻ. CAGയുടെ അപ്പോയിന്റ്മെന്റും റിമൂവലൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിനെ മാറ്റുന്ന അത്രയും കടുപ്പമേറിയ പ്രോസസ്സാണ് ഉള്ളത്. നിസാരമായിട്ടൊന്നും തട്ടിയെറിയാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല അത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്കൊന്നും സ്വാധീനിക്കാനോ അഴിമതിയിൽ വീഴ്ത്താനോ ഒന്നും സാധിക്കുന്ന ഒരു പൊസിഷൻ അല്ല. അവരുടെ സാലറി പോലും കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ പാർലമെന്റിന് പോലും അധികാരമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും ഒരു പൊസിഷനിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ നിയമങ്ങൾ വെച്ചിട്ടുള്ളത് തന്നെ അവർ അഴിമതിയിൽ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചാപ്റ്ററിൽ ഇനി അവസാനമായിട്ട് വരുന്നത് CAGയുടെ ഡ്യൂട്ടീസ് ആണ്. അതിലൊന്ന് അക്കൗണ്ടിങ് ഡ്യൂട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഗവൺമെന്റിന്റെ ഓരോ വരവും ചെലവും ഒക്കെ ഇവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നാൽ ഹെൽപ്പ് ചെയ്യണം. പിന്നെ പണം ചെലവാക്കുന്നതിന്റെ കൃത്യതയെല്ലാം അവർ പരിശോധിക്കണം. ഇതാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിന്റെയും ചെലവുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ചെലവാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ആ ഫണ്ടും, അതുപോലെ ജനങ്ങൾ അപ്പോഴ് എന്തെങ്കിലും നിക്ഷേപങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒക്കെ ഓഡിറ്റ് ചെയ്യണം. പിന്നെ KSRTC പോലുള്ള ഗവൺമെന്റ് കമ്പനികളുടെ ലാഭവും നഷ്ടവും ഒക്കെ പരിശോധിക്കണം. ഗവൺമെന്റ് പണം നൽകുന്ന ഏതൊരു സ്ഥാപനത്തിൻ്റെയും, അതിപ്പോൾ പ്രൈവറ്റ് ആയാലും ഗവൺമെന്റിന്റെ പണം അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ പരിശോധിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം നോക്കിയാൽ, നമ്മുടെ ഒരു പ്രൈവറ്റ് കോളേജാണ് വരാൻ പോകുന്നത്.
പക്ഷെ അവിടുത്തെ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പണം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ CAG അവരുടെ ഒരു കണക്ക് പരിശോധിക്കാനുള്ള അനുവാദം ഉണ്ട്. ആ ഒരു എത്ര തുകയാണോ ഗവൺമെന്റിൽ നിന്ന് ഈടാക്കിയത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അവർ വാങ്ങിയിട്ടുള്ളത്, ആ പർപ്പസ് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണക്ക് നോക്കാൻ ഈ CAG അവിടെ കഴിയും.